ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് നിലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. സോ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡോബിയുടെ ഫയർഫ്ലൈയെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ അഡോബി ഫയർഫ്ലൈ എന്ന് വെച്ചാൽ അഡോബിയുടെ ജനറേറ്റീവ് AI ടൂൾ സെറ്റാണ്. സോ ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ടു ഇമേജ്, അതുപോലെ തന്നെ ജനറേറ്റീവ് ഫിൽ, അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ഇഫക്ട്സ് വരെ നമ്മുടെ ഡിസൈനിന് വേണ്ടിയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അഡോബി ഫയർഫ്ലൈ നമുക്ക് ഫ്രീ വെർഷനും അതുപോലെ തന്നെ പ്രീമിയം വെർഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഓൺലൈൻ ബ്രൗസറിലോ അല്ലെങ്കിൽ അഡോബിൻ്റെ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡോബ് ഫയർഫ്ലൈയിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫ്രീ വെർഷനിൽ നമുക്ക് അഡോബ് ഫയർഫ്ലൈ നമുക്ക് 25 ക്രെഡിറ്റ്സ് മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ പ്രീമിയം വെർഷനിൽ നമുക്ക് 100-ൽ പരം ക്രെഡിറ്റ്സ് നമുക്കൊരു മാസത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അഡോബ് ഫയർഫ്ലൈയുടെ ഒരു ബേസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അതിനുവേണ്ടി ഞാൻ ഗെറ്റ് ഫയർഫ്ലൈ ഫ്രീ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ, നമ്മുടെ അഡോബ് ഫയർഫ്ലൈയുടെ ഒരു വിൻഡോ നമുക്കിവിടെ വരും. ഓക്കെ, നമുക്കിവിടെ റൈറ്റ് സൈഡിൽ നമുക്കിവിടെ കാണാം അപ്ഗ്രേഡ് ബട്ടൺ ഉണ്ട്. അപ്ഗ്രേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് പ്ലാൻ നമുക്ക് കാണാം. ഓക്കെ, ഇത് പ്രീമിയം പ്ലാനിന് നമുക്ക് 398.84 രൂപയാണ് നമുക്ക് GST അടക്കം. ഓക്കെ, നമുക്ക് 100 ജനറേറ്റീവ് ക്രെഡിറ്റ്സ് എ മന്ത്, അതായത് നമുക്കൊരു 100 ഇമേജസ് നമുക്കൊരു മാസത്തിൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഫ്രീ വേർഷനിൽ നമുക്ക് കിട്ടുന്നത് ഒരു 25 ഇമേജാണ് ഒരു മാസം നമുക്ക് ഫയർഫ്ലൈ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫയർഫ്ലൈയിൽ ലോഗിൻ ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം. ക്രിയേറ്റിംഗ് വിത്ത് ജനറേറ്റീവ് AI. ഓക്കെ, നമുക്കിവിടെ കാണാം ടെക്സ്റ്റ് ടു ഇമേജിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജനറേറ്റീവ് ഫില്ലിൻ്റെ, അതുപോലെ തന്നെ ജനറേറ്റീവ് എ ടെംപ്ലേറ്റ്, അതുപോലെ വെക്ടർ ജനറേഷൻ, അതുപോലെ തന്നെ നമുക്കിവിടെ ടെക്സ്റ്റ് ഇഫക്ട്സ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് ഫയർഫ്ലൈയിൽ നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് താഴോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നമുക്കിവിടെ വരും. ചില കമ്മ്യൂണിറ്റീസൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു AI ടെക്സ്റ്റ് ടു ഇമേജ് ജനറേഷൻ്റെ കുറച്ച് ഇമേജസ് നമുക്ക് കാണാം. അതുപോലെ നമുക്കിവിടെ ഹവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോംപ്റ്റും നമുക്കിവിടെ കാണാം. ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ടു ഇമേജിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം. അതിന് നമുക്കിവിടെ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡോബ് ഫയർഫ്ലൈയുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ വർക്കുകൾ നമുക്കിവിടെ കാണാം. ഓക്കെ, നമുക്ക് ധാരാളം വർക്കുകൾ ഇവിടെ കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള പ്രോംപ്റ്റിംഗ് നമുക്കിവിടെ കാണാം. ഓക്കെ, സോ നമുക്കൊരു ഫസ്റ്റ് ഇമേജ് എങ്ങനെ നമുക്ക് ഫയർഫ്ലൈയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ടെക്സ്റ്റ് ഇമേജ്, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇമേജ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് നമുക്കിവിടെ പ്രോംപ്റ്റ് എന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ പ്രോംപ്റ്റ് ഓപ്ഷനിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇമേജ് നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാനപ്പോൾ പ്രോംപ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോംപ്റ്റിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അമേസിംഗ് ഫോട്ടോഗ്രാഫ് ഓഫ് എ ബോയ് ചേസിങ് എ ടെന്നീസ് ബോൾ അണ്ടർ വാട്ടർ. ഓക്കെ, എ ക്ലോസപ്പ് പോർട്രൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോംപ്റ്റ്. ഇനി നമുക്ക് ഈ നമ്മുടെ ഫസ്റ്റ് ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊരു ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് 4 ഇമേജസാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 4 ഇമേജസാണ് നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 4 ഇമേജസാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറയുന്നത് 4 ഇമേജസാണ്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് നമുക്കിവിടെ സ്ലൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് അമേസിംഗ് ഫോട്ടോഗ്രാഫ് ഓഫ് എ ബോയ് ചേസിങ് എ ടെന്നീസ് ബോൾ അണ്ടർ വാട്ടർ ക്ലോസപ്പ് പോർട്രൈറ്റ്. ക്ലോസപ്പ് ആയിട്ടുള്ള പോർട്രൈറ്റ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം അതിൻ്റെ എഡിറ്റ് വേർഷൻ കാണാം. നമുക്കിവിടെ ഇത് നമുക്ക് ജനറേറ്റീവ് ഫിൽ, അതുപോലെ തന്നെ ജനറേറ്റീവ് സിമിലർ, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇമേജ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
ഓക്കെ, ഇനി നമുക്കത് നമ്മുടെ റേറ്റിംഗ് അതുപോലെ തന്നെ റിപ്പോർട്ട് അതിങ്ങനെ പല ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. ഞാനത് ക്ലോസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇനി നമുക്കിവിടെ ഇതിൻ്റെ തൊട്ട് താഴെ നമുക്കിവിടെ മോഡൽ കാണാം, ഫയർഫ്ലൈ ഇമേജ് 3 പ്രിവ്യൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പുതിയ ലേറ്റസ്റ്റ് ആണ് ഫയർഫ്ലൈ ഇമേജ് പ്രിവ്യൂ 3 ലേറ്റസ്റ്റ് വെർഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് ആസ്പെക്ട് റേഷ്യോ കാണാം. ഇവിടെ സ്ക്വയർ ഉണ്ട്, അതുപോലെ തന്നെ പോർട്രേറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് റേഷ്യോസ് ഉണ്ട്. നമ്മുടെ ഏത് ആസ്പെക്ട് റേഷ്യോയിലാണ് നമ്മുടെ ഇമേജ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്കിവിടെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് സെലക്ട് ചെയ്യാം. എനിക്കിപ്പോൾ വേണ്ടത് ഒരു ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഒരു വൈഡ് സ്ക്രീൻ ആണെങ്കിൽ നമുക്ക് വൈഡ് സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഇമേജ് വൈഡ് സ്ക്രീൻ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജ് വൈഡ് സ്ക്രീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ക്ലോസ് ചെയ്യും. കാരണം ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീ ജനറേറ്റീവ് ക്രെഡിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 25 ക്രെഡിറ്റ്സിൽ നിന്ന് നമുക്കിനി 20 എണ്ണം നമുക്ക് ബാക്കിയുള്ളൂ ഈ മാസം. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 398.84 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 100 ഇമേജസ് നമുക്കൊരു മാസത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാനാണിത്. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് നമുക്കിവിടെ ആർട്ട് ഓപ്ഷൻ ഉണ്ട്, ഫോട്ടോ ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ആർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആർട്ട് ഓപ്ഷൻ്റെ ലെവലിലേക്ക് വരും. ഞാൻ ജസ്റ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്റ്റൈലിൽ നമ്മുടെ ഇമേജ് നമുക്കിവിടെ വരും. കണ്ടില്ല, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വരച്ച പോലത്തെ ഒരു സ്റ്റൈലിലുള്ള ഇമേജസ് നമുക്ക് വരും. എനിക്ക് വേണ്ടത് ഫോട്ടോ റിയലിസ്റ്റിക് ആണ്, അതുകൊണ്ട് ഞാൻ ഫോട്ടോ റിയലിസ്റ്റിക് സെലക്ട് ചെയ്ത് കൊടുത്തു. വീണ്ടും ഞാൻ ജനറേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് വന്നു. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇമേജും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇമേജ് നമുക്ക് നമ്മുടെ സെലക്ട് ചെയ്യാം. നമ്മൾ ജസ്റ്റും കൂടി നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് നോക്കാം. സോ എനിക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് കുറച്ചും കൂടി ഇതാണ്. ഞാനിത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഈ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാനിവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കണ്ടന്റ് ക്രെഡൻഷ്യൽസ് വിൽ ബി അപ്ലൈഡ് ടു പീപ്പിൾ ഇറ്റ് വാസ് ജനറേറ്റഡ് വിത്ത് AI. ഓക്കെ, അതിൻ്റെ നമുക്കിവിടെ ടെക്സ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം ഇതിൻ്റെ കണ്ടൻറ്റ് ക്രെഡൻഷ്യൽസ് ഒക്കെ നമുക്കിവിടെ കാണാം. നമുക്കത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ നമ്മുടെ ഡൗൺലോഡ്സിൽ വരാം. നമുക്ക് ഡൗൺലോഡ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇമേജ്. നമ്മുടെ അഡോബ് ഫയർഫ്ലൈയിൽ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ച് വന്ന ഇമേജ് ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം അഡോബ് ഫയർഫ്ലൈയുടെ ഒരു വാട്ടർമാർക്ക് ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഫ്രീ വെർഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു വാട്ടർമാർക്ക് ലോഗോ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പ്രീമിയം വെർഷൻ വെച്ചാൽ നമുക്ക് ഈ വാട്ടർമാർക്ക് ലോഗോ നമുക്കിവിടെ ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാനിത് ക്ലോസ് ചെയ്തു. ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അഗെയിൻ നമുക്ക് ടെക്സ്റ്റ് ഇമേജിലേക്ക് വരാം, ബാക്ക്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചാറ്റ് GPT-യിൽ ഞാനൊരു പ്രോംപ്റ്റിംഗ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുട്ബോൾ ഒരു ഗ്രൗണ്ടിൽ ഇരിക്കുന്നതിൻ്റെ ഒരു പ്രോംപ്റ്റിംഗ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മിഡ്ജേണി ചാറ്റ് GPT തന്ന ഒരു നല്ലൊരു പ്രോംപ്റ്റിംഗ് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഞാനിത് സിറ്റിംഗ് വിത്ത് സ്റ്റേഡിയം വിത്ത് സൺ വിത്ത് ബാക്ക്ഗ്രൗണ്ട്. ഇതെനിക്ക് എ ഫുട്ബോൾ ലൈങ് ഇൻ ദ സെൻറ്റർ ഓഫ് എ ലഷ് ഗ്രീൻ ഫീൽഡ് bathed in a golden light of a setting. ഓക്കെ, ഈ സൺ ഇതെനിക്ക് ഈ പ്രോംപ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. Ctrl+C പ്രസ് ചെയ്തു. അഡോബ് ഫയർഫ്ലൈയിൽ വരാം. നമുക്കിവിടെ പ്രോംപ്റ്റിൽ സെറ്റ് ചെയ്യാം. നമുക്കത് Ctrl+V പേസ്റ്റ് ചെയ്യാം. ഞാനത് ജനറേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഒരു ഫുട്ബോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിത് സ്ക്വയർ മാറ്റിയിട്ട് ഞാനിവിടെ വൈഡ് സ്ക്രീൻ ആക്കി കൊടുത്തു. ഞാനത് ജനറേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐഡിയയിലുള്ള നമ്മുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട് ആ ഐഡിയക്ക് അനുസരിച്ച് നമുക്കൊരു ഇമേജ് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് അഡോബ് ഫയർഫ്ലൈയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത് നമ്മുടെ സ്വന്തം ഇമേജാണ്, അതുകൊണ്ട് യാതൊരു കോപ്പിറൈറ്റ് ഇഷ്യൂസും ഇതിന് വരുന്നില്ല. ഓക്കെ, ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്തു ഇവിടെ. ഇനി നമുക്കിവിടെ തന്നെ നമ്മുടെ പ്രോംപ്റ്റ് നമുക്ക് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, പല സ്റ്റൈലിൽ നമുക്ക് പ്രോംപ്റ്റ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തോട്ട് വീണ്ടും നമുക്ക് ജനറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വീണ്ടും നെക്സ്റ്റ് പ്രോംപ്റ്റ് എടുത്തു. ഇവിടെ
നെക്സ്റ്റ് പ്രോംപ്റ്റ് ചിയറിങ് ഈ ഒരു പ്രോംപ്റ്റ് നമുക്ക് എടുക്കാം. ഈ ഷൈനി. ഓക്കെ, ഞാൻ Ctrl+C പ്രസ് ചെയ്തു. Adobe Fireflyയിൽ ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ കൊടുക്കാൻ പോവാണ്. Ctrl+V. ഓക്കെ, ഞാൻ ജനറേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു റിയലിസ്റ്റിക് ഇമേജ് ഒരു റിയലിസ്റ്റിക് ഇമേജ് നമുക്കിവിടെ കിട്ടി. ഇത് നമ്മുടെ ഡിസൈൻ വർക്കുകൾക്ക് അല്ലെങ്കിൽ വെബ് ഡിസൈനോ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ വർക്കുകൾക്കൊക്കെ നമുക്ക് Adobe Firefly യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിത് ഡൗൺലോഡ് ബട്ടൺ കൊടുത്തു. ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ കൊടുത്ത ആ ഫുട്ബോളിൻ്റെ ആ ഒരു പ്രോംപ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കൊടുത്തിരുന്ന പ്രോംപ്റ്റ് ഇതാണ് കുറച്ചും കൂടി ബെറ്റർ അല്ലേ. ഈ ഒരു പ്രോംപ്റ്റിനേക്കാളും കുറച്ചും കൂടിയും ഒരു റിയലിസ്റ്റിക്കും അതുപോലെ തന്നെ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ഇമേജാണിത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഇമേജസുകൾ നിങ്ങളുടെ ഡിസൈൻ വർക്ക്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് Adobe Firefly യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ Adobe Fireflyയുടെ ഫ്രീ പ്ലാനിൽ നമുക്ക് മാസം 25 ഇമേജസ് മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100-ൽ പരം നമുക്കൊരു ഇമേജസ് നമുക്കൊരു മാസം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ Adobe Fireflyയെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് Adobe Fireflyയെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഫീച്ചേഴ്സുകൾ നമുക്ക് പഠിക്കാം. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ബൈ.